വെള്ളോട്ടുവിളക്കിൽ തിരിയേഴും തെളിച്ച് നാക്കിലയൊന്നു വിരിച്ച് കറിയോരോന്നായി വിളമ്പ് കുന്നല്ലരിയുടെ ചോറിൽ നറുനെയ്യൊരു തുള്ളി ഒഴിച്ച്. ഇത് നമുക്ക് ചെമ്മീൻ കൊണ്ട് തീയിലുണ്ടാക്കുന്ന നോക്കാം. അപ്പൊ നോക്കാം ഇതിലേക്ക് വേണ്ട സാധനങ്ങൾ എന്തൊക്കെയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ 1/2 കിലോ ചെമ്മീൻ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ വേണ്ടത് സവോളയാണ്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു ചെറിയൊരു സവോള സ്ലൈസ് ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു വലിയ കഷ്ണം ഇഞ്ചി ചതച്ചെടുത്തത്. പിന്നെ പച്ചമുളക് നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. പിന്നെ കറിവേപ്പില വേണം. ഒരു തക്കാളി ചോപ്പ് ചെയ്തെടുത്തത്. ഈ കറിയിലേക്ക് നമ്മൾ തേങ്ങ വറുത്തിട്ട് അരച്ച് ചേർക്കും. അതിന് വേണ്ടിയിട്ട് 1/2 മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. പിന്നെ ചുവന്നുള്ളി, ചെറിയ ചുവന്നുള്ളി ആണെങ്കിൽ ഒരു 2 ചുവന്നുള്ളി എടുക്കാം. ഇതിലേക്ക് നമുക്ക് വേണ്ട മസാലപ്പൊടികൾ 1/2 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ മുളകിൻ്റെ പൊടി നമ്മുടെ എരിവിനനുസരിച്ച് ചേർക്കാം. ഞാനിവിടെ 1.5 ടേബിൾ സ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. പിന്നെ മല്ലി വേണം. ഞാനിവിടെ പൊടിക്കാത്ത മുഴുവനായിട്ടുള്ള മല്ലിയാണ് എടുത്തേക്കുന്നത്. ആ തേങ്ങ അരച്ച് വയ്ക്കുന്ന കറികളിലേക്ക് മല്ലിയുടെ പൊടി ചേർക്കാണ്ട് ഇതേപോലെ മുഴുവനായിട്ടുള്ള മല്ലി ചേർത്തിട്ടുണ്ടെങ്കിൽ ആ കറിക്ക് കുറച്ചും കൂടി നല്ലൊരു ടേസ്റ്റ് ഉണ്ടാവും. ഞാനിവിടെ 3 ടേബിൾ സ്പൂൺ മല്ലിയാണ് എടുത്തേക്കുന്നത്. അത് മല്ലിയുടെ പൊടി ഉണ്ടെങ്കിൽ 1.5 ടേബിൾ സ്പൂൺ എടുക്കുക. പിന്നെ വാളംപുളി, അത് നമ്മുടെ കറിയുടെ പുളിക്ക് അനുസരിച്ചിട്ട് ചേർക്കാം. ഈ വാളംപുളി കുറച്ച് വെള്ളത്തിലിട്ടിട്ട് ഒന്ന് പിഴിഞ്ഞെടുക്കണം. ഈ കറിയിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് സ്ലൈസ് ചെയ്തെടുത്ത ചുവന്നുള്ളി, കറിവേപ്പില, ഉണക്കമുളക്, 1/2 ടേബിൾ സ്പൂൺ കടുക്. അപ്പൊ നമുക്ക് നോക്കാം ഇതേനി കറിയാക്കാന്ന്. ഈ കറിയിലേക്കുള്ള തേങ്ങ വറുത്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു ചീനച്ചട്ടി വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് തേങ്ങ ചേർക്കാം, ചുവന്നുള്ളി ചേർക്കാം, ഇവിടെ കിട്ടുന്നത് ഇതേപോലത്തെ കുറച്ച് വലിപ്പമുള്ള ചുവന്നുള്ളിയാണ്. മല്ലി ചേർക്കാം, ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർക്കാം. ഈ തേങ്ങ പതുക്കെ ഒന്ന് കളർ മാറി തുടങ്ങുമ്പോൾ ഇതിലേക്ക് മഞ്ഞൾപ്പൊടിയും മുളകിൻ്റെ പൊടിയും ചേർക്കാം. ഈ മുളകിൻ്റെ പൊടിക്ക് പകരം പൊടിക്കാത്ത മുഴുവനായിട്ടുള്ള ഉണക്കമുളകാണ് ചേർക്കണമെന്നുണ്ടെങ്കിൽ ഉണക്കമുളക് ഇതിൻ്റെ ഒപ്പം തന്നെ ചേർത്തിട്ട് വറുത്തെടുക്കുക. തേങ്ങ നമ്മളിങ്ങനെ വറുത്തെടുക്കുമ്പോൾ ഇത് എപ്പോഴും ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കണം. അപ്പോഴായിരിക്കും തേങ്ങ എല്ലാ സൈഡും നമുക്ക് ഒരേപോലെ മുരിഞ്ഞ് കിട്ടുക. ഇപ്പോൾ തേങ്ങ ഒരു ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി മാറ്റി വയ്ക്കുക. ഇത് സവോളയ്ക്ക് വഴറ്റുമ്പോൾ ചേർക്കാം. ഇപ്പം മഞ്ഞൾപ്പൊടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ആ മഞ്ഞളിൻ്റെ പച്ചക്കുത്തൊക്കെ മാറിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മുളകിൻ്റെ പൊടി ചേർക്കാം. ഈ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഈ തേങ്ങ നമ്മൾ വറുത്തെടുക്കുമ്പോൾ ഇതിലേക്ക് മുളകിൻ്റെ പൊടിയൊക്കെ ചേർക്കുമ്പോൾ കരിഞ്ഞു പോകരുത്. കരിഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ കറിക്ക് ഒരു കയ്പ്പ് ഉണ്ടാവും. അപ്പം മുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ തീ നന്നായിട്ട് കുറച്ച് വയ്ക്കുക. ഈ മുളകിൻ്റെ പൊടി ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മൊരിക്കണം. ഈ മുളകിൻ്റെ പൊടിയും ഇതിനകത്ത് കിടന്ന് നന്നായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് തീയോ ഇത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. ഇത് കറിയാക്കാൻ വേണ്ടിയിട്ട് ഒരു മൺചട്ടി വെച്ചിട്ട് ചൂടാക്കുക. മൺചട്ടി ഉണ്ടെങ്കിൽ മൺചട്ടിയിൽ വയ്ക്കുക. അതായിരിക്കും കുറച്ചും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാവുക. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് സവോളയും ഇഞ്ചിയും കറിവേപ്പിലയും പച്ചമുളകും ഇട്ടിട്ടൊന്ന് വഴറ്റിയെടുക്കുക. ഈ സവോളയ്ക്ക് നല്ലൊരു ഗോൾഡൻ കളറാവണം. അപ്പോൾ സവോളയ്ക്ക് ഒന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് മഞ്ഞൾപ്പൊടി ചേർക്കാം. അത് നമ്മൾ നേരത്തെ കുറച്ച് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു.
മൊരിച്ചെടുക്കുമ്പോൾ ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ചേർക്കണം. അപ്പോൾ അതിന് ടേസ്റ്റ് വരാം. ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചേക്കണ അരപ്പ് ചേർക്കുക. ഈ ഒരു മീഡിയം ഫ്ലെയിമിൽ വെക്കാം. ഈ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് വെള്ളം കൂടിയും ചേർക്കാം. വെള്ളം ചേർക്കുമ്പോൾ കുറച്ച് വെള്ളം കൂടുതൽ ചേർക്കണം. ഇതിനകത്ത് ഇട്ടിട്ട് വേണം നമുക്ക് ചെമ്മീൻ വേവിച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഈ തീ നന്നായിട്ട് കൂട്ടി വയ്ക്കാം. കുറച്ചും കൂടി വെള്ളം ചേർക്കാം. ഇതിലേക്ക് തക്കാളി ചേർക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇത് മൂടി വെച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിക്കാം. ഇത് നന്നായിട്ട് തിളച്ച് കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർക്കാം. മൂടി വയ്ക്കാം. ഇത് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് ചെമ്മീൻ ചേർക്കാം. മൂടി വെച്ചിട്ട് ഈ കറി വേവിക്കാം. ഈ കറി ഒരു 3/4 ഭാഗം വേവായി കഴിയുമ്പോൾ ഇതിലേക്ക് നമുക്ക് വാളംപുളിയുടെ വെള്ളം ചേർക്കാം. നമുക്കിത് മൂടി വയ്ക്കാം. ഇടയ്ക്ക് കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കണം. ഈ കറി ഒന്ന് ഇളക്കിയിട്ട് കൊടുക്കാം. നമുക്ക് മൂടി വയ്ക്കാം. ചെമ്മീനൊന്നും അധികം വേവില്ല. കറിയൊക്കെ നന്നായിട്ട് തിളച്ചിട്ടുണ്ടെങ്കിൽ ഒരു 10 മിനിറ്റ് മൂടി വെച്ച് വേവിച്ചാൽ മതി. അപ്പോഴേക്കും ചെമ്മീനൊക്കെ നമുക്ക് വെന്ത് കിട്ടും. ഒരുപാട് നേരം ചെമ്മീനിട്ടിട്ട് വേവിക്കരുത്. കുറേ നേരം ചെമ്മീനിട്ട് വേവിച്ചിട്ടുണ്ടെങ്കിൽ ചെമ്മീൻ റബ്ബർ പോലെയാവും. അപ്പോൾ നമുക്കത് മൂടി വയ്ക്കാം. ഇപ്പോൾ കറി ഒരു 3/4 ഭാഗം വേവായിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് വാളംപുളി ഒഴിക്കാം. നമ്മുടെ കറിയുടെ പുളിക്കനുസരിച്ച് ചേർക്കാം. ആദ്യം കുറച്ച് ചേർക്കാം. അത് കഴിഞ്ഞിട്ട് പിന്നെ ടേസ്റ്റ് നോക്കിയിട്ട് വേണമെന്നുണ്ടെങ്കിൽ രണ്ടാമതും ചേർക്കാം. ഞാനൊരു വാളംപുളി കുറച്ച് വെള്ളം പോലെയാണ് പിഴിഞ്ഞെടുത്തിരുന്നത്. അതുകൊണ്ടാണ് ഇത്രയ്ക്ക് അധികം ഒഴിച്ചത്. അത് നിങ്ങൾ നല്ല തിക്കായിട്ടൊക്കെ പിഴിഞ്ഞൊഴിക്കുകയാണെങ്കിൽ കുറച്ച് ഒഴിച്ചാൽ മതി. ഇനി നമുക്കിത് മൂടി വയ്ക്കാം. ഒരു 5 മിനിറ്റ് കൂടി കഴിഞ്ഞ് കഴിയുമ്പോൾ ഈ കറി റെഡിയാവും. ഈ കറി വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് താളിച്ച് ചേർക്കാം. ഈ കറിയിലേക്ക് താളിച്ച് ചേർക്കാൻ വേണ്ടിയിട്ട് ഒരു ചെറിയ പാൻ വെച്ചിട്ട് ചൂടാക്കാം. ഇതിലേക്ക് നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ ചൂടായ വെളിച്ചെണ്ണയിലേക്ക് കടുകിട്ട് പൊട്ടിക്കുക. ഇപ്പോൾ കടുക് പൊട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഉണക്കമുളക് ചേർക്കാം. അത് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് സ്ലൈസ് ചെയ്ത് വെച്ചേക്കുന്ന ചുവന്നുള്ളി ചേർക്കാം. കറിവേപ്പില ചേർക്കാം. ഉണക്കമുളക് പതുക്കെ ഒന്ന് മൊരിഞ്ഞിട്ട് വേണം ചുവന്നുള്ളി ചേർക്കാൻ വേണ്ടിയിട്ട്. അല്ലെങ്കിൽ ചുവന്നുള്ളിയുടെ ഉള്ളിൽ ആ വെള്ളം കൊണ്ട് ഈ ഉണക്കമുളക് നമുക്ക് ശരിക്കും മൊരിഞ്ഞിട്ടില്ല. അപ്പോൾ ചുവന്നുള്ളി ഒന്ന് മൊരിഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. ഇതിലേക്ക് നമുക്ക് 2 നുള്ള് മഞ്ഞൾപ്പൊടി ചേർക്കാം. കുറച്ച് മുളകിൻ്റെ പൊടിയും ചേർക്കാം. മഞ്ഞൾപ്പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ ഇതിങ്ങനെ മൊരിച്ച് ചേർക്കുമ്പോൾ നല്ലൊരു സ്മെല്ലും കിട്ടും. മുളകിൻ്റെ പൊടി ചേർത്തിട്ടുണ്ടെങ്കിൽ കറിക്ക് നല്ലൊരു കളറും കിട്ടും. നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇനി നമുക്ക് കറിയിലേക്ക് ചേർക്കാം. ഇപ്പം ചെമ്മീൻ തീയൽ റെഡി ആയിട്ടുണ്ട്.